നമസ്കാരം, ഞാൻ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭാരത് പെട്രോളിയം കോർപ്പറേഷനിലെ കൊച്ചിയിൽ ജോലിക്ക് ഡിപ്ലോമക്കാർക്ക് അവസരം. ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊച്ചിയിലും മുംബൈയിലുമാണ് ഒഴിവുകൾ. കൊച്ചിയിൽ 94 ഒഴിവുകളുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ എലിജിബിൾ ആയ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം. അവർക്കും അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ കൊച്ചി റിഫൈനറിയിൽ അതുപോലെ മുംബൈ റിഫൈനറിയിലൂടെയാണ് ഈ വേക്കൻസികളുള്ളത്. ആകെ 154 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ 94 ഒഴിവുകൾ കൊച്ചിയിലായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 60 ഒഴിവുകൾ മാത്രമാണ് മുംബൈയിലുള്ളത്. പ്രോസസ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് മുംബൈയിൽ 60 ഒഴിവുകളുണ്ട്. പ്രോസസ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് കൊച്ചിയിൽ 64 ഒഴിവുകൾ. ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ കൊച്ചിയിൽ 13 ഒഴിവുകൾ. ടെക്നീഷ്യൻ കൊച്ചിയിൽ 17 ഒഴിവുകൾ. അത്രയും ഒഴിവുകളാണ്. അങ്ങനെ 94 ഒഴിവുകൾ കേരളത്തിലുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഓഗസ്റ്റ് 13 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 13 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. BPSCയുടെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. നോൺ മാനേജ്മെൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിലേക്കുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശാല എന്നുള്ള ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത എന്നതിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത് പോസ്റ്റ് പ്രോസസ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ പ്രോസസ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലുള്ള ഡിപ്ലോമയാണ്. 1 വർഷത്തെ പ്രതിവരെയും കൂടെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 1 വർഷത്തെ അപ്രൻറ്റീസ് ചെയ്തവരാണെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ, അതായത് റിഫൈനറി, പെട്രോളിയം, പവേഴ്സ് ലൂപ്സ് അങ്ങനെയുള്ള മേഖലകളിലുള്ള 1 വർഷത്തെ പ്രതിവരി ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുള്ള ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. ഇവിടെയും 1 വർഷം പ്രതിവരി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ്. അതോടൊപ്പം 1 വർഷം പ്രതിപരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹയർ ക്വാളിഫിക്കേഷൻസ് AME, BTech, BE പോലെയുള്ള ബിരുദമുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിപ്ലോമക്കാരെ മാത്രമേ ഇതിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപേക്ഷ ഫീസുണ്ട്. ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയും GST ഉൾപ്പെടെ 590 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം. ശമ്പളം വേണ്ടത് 26,500 മുതൽ 34,000 എന്ന സ്കെയിലാണ്. അതോടൊപ്പം ഇൻഡസ്ട്രിയൽ ഡിയർനെസ് അലവൻസും ഉണ്ടാവും. അടിസ്ഥാന ശമ്പളമാണ് 26,500 എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഏജ് പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 25 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഏജ് റിലാക്സേഷൻ ബാധകമായിരിക്കും. അതായത് SC ST-കാരെയാണെങ്കിൽ 5 വർഷവും OBC-കാരാണെങ്കിൽ 3 വർഷവും ഇതിലേക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നീട് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിലേക്ക് അയക്കേണ്ട വെബ്സൈറ്റ് ഞാൻ പറയാം. www.bharatpetroleum.com/careers അല്ലെങ്കിൽ ഭാരത് പെട്രോളിയത്തിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് കരിയേഴ്സ് ചൂസ് ചെയ്ത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പിന്നെ ഡീറ്റെയിൽഡ് വായിച്ച് നോക്കാനും പറ്റും. അതോടൊപ്പം വിശദമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റ് വഴി തന്നെ വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്ഡേറ്റ്സ് ഒക്കെ വരുവാണെന്ന് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാൻ കൂടെ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എലിജിബിളുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക. അവർക്കും അപ്ലൈ അവസരം ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.